ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ട വിഷയങ്ങളാണ്. നാം പലപ്പോഴൊക്കെയും ഇതെന്താ ഇത് യഹോവയാ സംഭവിച്ചു എന്ന് ദൈവവചനം പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. കേട്ടതുപോലെ തിരിച്ചതുമെങ്കിൽ വെള്ളിയാഴ്ച കൂടി ഞാൻ ന്യൂയോർക്കിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെയും ചില ആഴ്ചകൾ പാർത്തതിന് ശേഷം വീണ്ടും ഇന്ത്യയിലേക്ക് കടന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. 2008 കുറെ കൂടെ വൈഷമ്യം നിറഞ്ഞതായ ഒരു വർഷമായിരിക്കും 2009. നിങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ TV ഉണ്ട്, പേപ്പർ വായിക്കുന്നത് നമുക്കറിയാമല്ലോ. ഈ ദിവസങ്ങളിലായി ആർക്കും സമാധാനം ഉണ്ടാകാത്ത രീതിയിൽ കൂടെയുള്ളതായ ന്യൂസുകളാണ് നാം കേൾക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേൽ യുദ്ധത്തിനു വേണ്ടി തയ്യാറായിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനുമായി വഴക്കിട്ടുള്ളതായ എല്ലാ സാഹചര്യവും വന്നിരിക്കുന്നു. സിലോണിൽ എൽഫിൽറ്റിയും അതായത് ശ്രീലങ്കക്കാരോട് വഴക്കിട്ടു എന്ന് വേണ്ട ആർക്കും സ്വസ്ഥതയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഇതൊക്കെയും കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു എന്ന് ഓർത്തുകൊള്ളുവിൻ. പലപ്പോഴും അത് ഒന്നുകൂടെ പറയട്ടെ, ഇപ്പോൾ നിങ്ങളൊക്കെ യുവാക്കന്മാരാണ്. ഈ യുവത്വം എന്നും നിൽക്കുകയില്ല. ഇത് മാറിയിട്ട് ഒരു വാർദ്ധക്യം എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഇപ്പോൾ ഈ യുവത്വത്തിൽ കർത്താവിനെ ആരാധിച്ചുകൊള്ളണം, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊള്ളണം. അല്ലെങ്കിൽ ഒരിക്കൽ കർത്താവ് പറഞ്ഞു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നിനക്കിഷ്ടം പോലെ ചെയ്തു, വാർദ്ധക്യത്തിലാകുമ്പോൾ വേറൊരുവിന്റെ കൈക്ക് പിടിച്ച് നിനക്ക് ഇഷ്ടമില്ലാത്തടത്തെ കൊണ്ടുപോകുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയപോലെ നിങ്ങളെല്ലാവരും എന്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ പ്രായമുള്ളവരാണ്. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു വൃദ്ധൻ എന്നുള്ള നിലയിലും ഒരു പിതാവ് എന്നുള്ള നിലയിൽ എനിക്ക് പറയും, ഒരു കർത്താവ് കാര്യം, കർത്താവിന്റെ പേരിൽ നിങ്ങൾ വർദ്ധിച്ചു വരണം. പലപ്പോഴും ചിന്തിക്കുന്നത് ഈ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങുന്നവരാണ് കർത്താവിന്റെ ദാസന്മാരാണെന്ന്. അത് പതിനാനുസരണമല്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളൊക്കെ എല്ലാവരും കർത്താവിന് സാക്ഷികളാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറഞ്ഞുപോയ സമയം മുമ്പോട്ട് കടന്നു പോകുമല്ലോ. ദൈവം ഏൽപ്പിച്ച ഒരാലോചന പറഞ്ഞ ശേഷം ഇന്നിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 3-4 മീറ്റിങ്ങുകളിലായിട്ട് പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി കർത്താവ് ഞാൻ അതാ സമയത്ത് പ്രാർത്ഥിച്ച് കിട്ടുന്ന സന്ദേശമാണ് അറിയിച്ചത്. ഇന്ന് നമ്മുടെ പ്രത്യാശ ഉണർത്തുന്ന ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, ആക്ട്സ് ചാപ്റ്റർ 1:11. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരുമായി കർത്താവ് ഒരുവരേക്ക് കടന്നു ചെന്നു. അവിടെ വെച്ച് കർത്താവ് അവരോട് ചില കാര്യങ്ങളൊക്കെയും പറഞ്ഞ ശേഷമായിട്ട് കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് വായിക്കുന്നു. അങ്ങനെ കർത്താവ് സ്വർഗത്തിലേക്ക് കടന്നുപോയി എടുക്കപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ വ്യാകുലതയോടുകൂടെ നോക്കിക്കൊണ്ടിരുന്നു എന്ന് ആണ് അവിടെ വായിക്കുന്നത്. അപ്പോൾ 2 പുരുഷന്മാർ വന്നവരോട് പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്തിനാണ് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ട ഈ യേശു ആരാണ്? ദൈവത്തിനോട് സ്തോത്രം. കഴിഞ്ഞകാല അനുഭവങ്ങളിൽ കൂടെ ഈ യേശു ആരാകുന്നു എന്ന് ഞാനും നിങ്ങളും രുചിച്ചറിഞ്ഞവരാണ്. അതായത് സ്വർഗോന്നതകളെ വിട്ട് താണലോകത്തിലേക്ക് കടന്നു വന്ന് തലയായിപ്പ ഒരു കന്യകയുടെ ഉദരത്തിൽ ഉരുവായി ഈ ലോകത്തിൽ പിറക്കുവാൻ ജന്മം എടുക്കുവാൻ സ്ഥലമില്ലാത്തതിനാൽ വഴിയമ്പലത്തിൽ പ്രസവിച്ചുവെങ്കിലും അതായത് കന്നുകാലിയുടെ കൂടെ ഇടയിലാണ് കിടന്നത് ആദ്യ സമയം. പിന്നീട് വായിക്കുമ്പോൾ അവന് സ്വന്തമായി ഒന്നും തന്നെ ഇല്ലായിരുന്നു. തലചായ്പാൻ സ്ഥലമില്ലാതെ ക്രൂശിന്മേൽ
തലചായ്ച്ച് പ്രാണനെ വിട്ടതായ ഈ യേശു, അതുമാത്രമല്ല പ്രയാസത്തേതായി വ്യാകുലപ്പെട്ട് ഭാരത്തോടിരുന്നതായ ആ ഗലീലയിലെ കാനാവിലെ ആ കല്യാണ വീട്ടിൽ അവർ കടന്നു ചെന്നു. ആ വീട്ടുകാരുടെ ആ പ്രസരത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ആ യേശു, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവന്റെ വേർപാടിൽ ദുഃഖത്തോടെ ഇരുന്നതായ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് കടന്നു എന്ന് അവരുടെ ദുഃഖത്തിൽ പങ്കേർന്ന് കണ്ണുനീർ വീഴ്ത്തിയവന് ഈ യേശു, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. എന്തു ഭക്ഷിക്കുമെന്ന് ചിന്തിച്ച് കൂടി വന്നതായ, എന്തു കൊടുക്കുമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ടതായ ശിഷ്യന്മാർക്ക് അല്പം കൂടത്തക്കവണ്ണം 5 അപ്പവും 2 മീനും എടുത്ത് 5000 പുരുഷന്മാരെ സ്ത്രീകളും കുഞ്ഞുങ്ങളും കൂടാതെ പോഷിപ്പിച്ചതായി യേശു, ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, ഞാൻ ടെലിഗ്രാഫിക്ക് രീതിയിലൊക്കെ പറയുന്നതൊക്കെ വിവിധ പറയേണ്ട കാര്യങ്ങൾ ടെലിഗ്രാഫിക്ക് രീതിയിൽ പറയുകയാണ്. അതായത് ഒടുവിലായി 3 ആളുകൾ അബ്ദുങ്കപ്പെട്ടവരായി ക്രൂസിന്മേൽ കിടന്നു. രാജ്യമേ ഓർമ്മപ്പെടുത്തിയ പോലെ തലചായ്പ ക്രൂസിന്മേൽ തലചായ്ച്ചുകൊണ്ട് പ്രാണം ഈ യേശു, ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, 3.5 വർഷക്കാലം കൂടെ നടന്ന് അവനിന്ന് ഭക്ഷിച്ച് അവിടുന്ന് അനുഗ്രഹം പ്രാപിച്ചു. ആ ആതായി കൂടെ നടന്നവൻ ഒറ്റി കൊടുത്ത് ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയിൽ ഈ യേശു, ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഞങ്ങൾ എന്നെ കൈവിടും പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, എല്ലാവരും കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് യേശുവുമായി ചില അടികൾ, അതായത് ചില അടികൾ മാത്രമേ ദൂരമുള്ളൂ. അവരിതാ അവൾ ന്യായാധിപന് മുമ്പിൽ വിസ്താരം കഴിക്കുമ്പോൾ മുറ്റത്ത് നിന്നുകൊണ്ട് പത്രോസ് പറയുന്നു, ഞാൻ അവനെ അറിയുന്നില്ല. ഈ ആ യേശു അവളെല്ലാം തുടർന്നും ചിന്തിക്കണം. ആ യേശു എന്ത് ചെയ്തു? പോയതുപോലെ തിരികെ വരും. ദൈവത്തിൽ നമ്മുടെ ജീവിതത്തെ നോക്കുക. എത്ര ദിവസം വർഷങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി, എത്രയോ അനർത്ഥങ്ങൾ ഉണ്ടായി. ആ സമയങ്ങളൊക്കെയും നമ്മെ താലോലിച്ചു വളർത്തിയവൻ, ഒരു അമ്മ തന്റെ കുഞ്ഞിനെ ഓമനിക്കുന്നത് പോലെ ഓമരിച്ച് വളർത്തി ഇത്രത്തോളം കൊടുക്കുന്നവരാ യേശു. ഇബ്രാഹിം ലേഖനകർത്താവിന്റെ ഭാഷയെ കൂടെ പറഞ്ഞാൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്തൊക്കെ ആയിരുന്നവൻ, ഇന്നലെയും ഇന്നും വഴി നടത്തിയവനായ യേശു പോയതുപോലെ തിരികെ വരും. ഈ പ്രത്യാശയോട് നിറയിപ്പോഴാണ് ദൈവമൊക്കെ ഈ ലോകത്തെ ചപ്പൊന്നും ചവറൊന്നും വേണ്ടത്. ഈ വെളിപ്പാട് പ്രാപിക്കാത്തവർക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ വലുതായിട്ട് തോന്നും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരയഥാർത്ഥമായി കാണേണ്ടവരെ കാണാത്തതിന്റെ ഫലമായിട്ട് ഈ ലോകത്തിലെ വലിയ കാര്യങ്ങളായി കാണും. അബ്രഹാം ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തെയല്ല, ഈ ലോകത്തിലെ ചപ്പൻ ചവർന്നു വേണ്ടി. എന്നാൽ ലോത്ത് ദൈവത്തെ കണ്ടില്ല, ഈ ലോകത്തെ ആദ്യമായി കണ്ടു. അതുകൊണ്ട് തനിക്കൊക്കെ വലുതായി തോന്നി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിഷയത്തിൽ കിടന്നത് ഈ യേശു പോയതുപോലെ തിരികെ വരും. വർഷങ്ങളായി ഞാനും നിങ്ങളും പ്രത്യാശയോടുകൂടെ പ്രത്യാശയോട് കാത്തിരിക്കുന്ന ഈ യേശു പോയതുപോലെ തിരികെ വരും. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് അവൻ തിരികെ വരുന്നത്? വേദപുസ്തകം പഠിച്ചാൽ നോക്കാം. പഴയ നിയമത്തിൽ നിന്ന് 300 ഓർക്കുന്നില്ല, 300 ചില്ലുവാനം ഉദ്ധരണികൾ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലുണ്ട്. അതിൽ 103 ഉദ്ധരണികൾ കർത്താവ് പഴയ പുതിയ കർത്താവ് ഇഹലോക ജീവിതകാലത്ത് നടന്നു എന്ന് കാണുന്നുണ്ട്. 200 ചില്ലുവാനം പഴയ നിയമ ഉദ്ധരണികൾ ഇനി നിവർത്തിപ്പാൻ പോകുന്നതിനുള്ള ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് വരുമെന്നുള്ളത് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത് ഇപ്പോൾ പകൽ
12 മണി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന പോലെ പ്രിയ സഹോദര സഹോദരി കർത്താവ് വെളിപ്പെടുമെന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. പലരും ചിന്തിക്കുന്നത് ഇതൊരു കഥയായിരിക്കുന്നു എന്നാണ്. അല്ലല്ല, ആ യേശു ജനിച്ചത് ഇന്നൊരു ചരിത്ര സത്യമായിരിക്കുന്നത് പോലെ. ദൈവത്തിന് സ്തോത്രം. അവൻ വരുമെന്നുള്ളത് ഒരു നിശ്ചയമായ ഒരു കാര്യമാണ്. അവൻ പോയതുപോലെ തിരികെ വരും. അവൻ എന്തിനാണ് തിരികെ വരുന്നത്? യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാമത്തെ 2-ാം വാക്യം വായിക്കുക. 1 John 3:2 വായിച്ചാട്ടെ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അവനെ പോലെ തേജസ്കരിക്കപ്പെട്ട ശരീരം എനിക്കും നിനക്കും തരുവാൻ വേണ്ടിയാണല്ലോ വരുന്നത്. നമ്മുടെ കർത്താവ് വരുന്നത് തന്നെ പോലെ നാം ആക്കി തീർക്കുവാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് വിശ്വാസത്താൽ മാത്രമേ അറിയുന്നുള്ളൂ. ഇപ്പോൾ നാം അറിയുന്ന കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. കഴിഞ്ഞ കാലം 2008 എന്നെ കർത്താവ് ജയോത്സവമായി നടത്തി എന്നുള്ളത് നാം കാഴ്ചയാലല്ല വിശ്വാസത്താൽ രുചിച്ചറിഞ്ഞതാണ്. എന്നാൽ ഇനിയും മുഖാമുഖമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവ ഇന്ത്യക്കാരനാണെന്ന് എനിക്ക് അമേരിക്കയിലേക്ക് ഒന്ന് വരണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് വേണം, വിസ വേണം, അതിനോട് ഇറക്കപ്പെട്ടതായ എല്ലാ കാര്യങ്ങളും ആവശ്യമാണ്. എന്നാൽ യേശു ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശുവിനെ പോലെ ഞാനും നീ ആയിക്കഴിഞ്ഞാൽ പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട, ഒരു കാര്യവും വേണ്ട. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർ എല്ലാവരും കൂടെ മുറിക്കകത്ത് അടുത്ത് വാതിലൊക്കെ അടുത്ത് ബന്ധിക്കപ്പെട്ട് അകത്തിരിക്കുമ്പോഴാണ് ആ രണമധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനമെന്നാണ്. സ്തോത്രം. തന്റെ സ്വരൂപത്തോട് നമ്മെ സാദൃശ്യീകരിക്കുക. ആ കാര്യം തന്നെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. വാക്യം വായിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. യേശു വരുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ യേശുവിനെ പോലെ നമ്മെ ആക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രോഗമുള്ള ശരീരമാണ്. ഇനി ഒരു രോഗമില്ലെന്ന് പറഞ്ഞാലും ദൈവത്തിന് സ്തോത്രം, ഒരു 60 വയസ്സായി കഴിയുമ്പോൾ നിന്റെ കറുത്ത മുടിയെല്ലാം വെളുത്ത് തുടങ്ങും. ദൈവത്തിന് ചിലപ്പോ ഇന്ന് കറുത്ത മുടിയൊക്കെ വെളുപ്പിക്കും. ഈ വെളുത്ത മുടിയൊക്കെ കറുപ്പിക്കാനുള്ള ആൾക്കൊക്കെ എത്ര മണിക്കൂർ ഇരിക്കും? അതിലൊക്കെ ദൈർഘ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏത് സാധനം ഗ്യാരണ്ടി പീരീഡ് ഉണ്ട്. ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. വെളുത്ത മുടി കറുത്തിരുന്ന് അതിന് ഗ്യാരണ്ടി പീരീഡ് കഴിയുമ്പോ പിന്നെയും വെളുത്തു വരും. ദൈവത്തിന് ഒന്നിയോട് സ്തോത്രം. എത്ര ആരും തന്റേതമായിട്ട് ഗോലിയാത്തിനെ പോലെ മറ്റുള്ളവരെ വെല്ലുവിളിച്ചുള്ള അവസ്ഥയിൽ കൂടെ മുമ്പോട്ട് പോയാലും നിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നൊരു കാര്യമുണ്ട്. നിന്റെ സൗന്ദര്യം, അതായത് മറ്റുള്ളവരെ ആകർഷിക്കത്തക്കതായ സൗന്ദര്യമൊക്കെ ഉണ്ടായാലും ആ സൗന്ദര്യം നഷ്ടപ്പെടുന്ന സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശുവിനെ പോലെ ആക്കുവാനാണ് നമ്മുടെ കർത്താവ് ഒരുപാട് കുറിച്ച് ആ യേശുവിന്റെ ആ ശരീരപ്രകൃതിയെ കുറിച്ച്, അതായത് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ആ ശരീരത്തെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കൊരു സമയം അനുവദിക്കുന്നില്ല. പ്രിയപ്പെട്ടവര്, നമ്മുടെ കർത്താവിനെ പോലെ നാം ആവുവാൻ പോകുന്നു. യോഹന്നാൻ പറയുകയാണ്, നാം ദൈവമക്കൾ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. നാം അറിയുന്നു. എന്നാൽ ലോകത്തിന് നമ്മളെ ദൈവമക്കളാവാൻ അറിയാൻ വലിയ വിഷമപ്പെടുത്തി. എന്നുവെച്ചാൽ വെളുത്ത ഞാന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വെളുത്ത രക്ഷിക്കപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ രക്ഷിക്കപ്പെട്ട ശേഷം ഞാൻ എങ്ങനെയിരിക്കും? വെളുത്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. 5 അടി നീളമുള്ള ഞാന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് 5 അടിയാണ്, രക്ഷിക്കപ്പെട്ട ശേഷം 5 അടിയാണ്. എന്നാൽ കർത്താവ് ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ കാരണം ധരിക്കുമ്പോൾ 5 അടിയല്ല എന്റെ നീളം എന്റെ കർത്താവിനെ പോലെയിരിക്കും. ദൈവത്തിന് അത് ബാലനും വൃത്തനും ഒന്നുമില്ല. എല്ലാവരും കർത്താവിനെ പോലെ ആയിത്തീരും, സംസ്കരിക്കപ്പെട്ടവരായിത്തീരും. രണ്ടാമതായിട്ട് കർത്താവ് വരുന്നത് എന്തിനാണ് പ്രിയപ്പെട്ടവർ? പോയവർ വരുന്നത് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യം 2-ാം വാക്യം 2-ഉം 3-ഉം. St. John chapter 14 verse
2 and 3. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന്, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ തന്നോടുകൂടെ ഇരുത്തുവാൻ വേണ്ടിയാണ് അവൻ നമ്മെ കടന്നു വരുന്നത്. ഇന്ന് നമ്മൾ ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തി, വിശ്വാസത്താൽ അറിയുന്നത് നമ്മുടെ മധ്യേ ഉണ്ടെന്നുള്ളത്. നമ്മുടെ മാംസ കണ്ണുകൾക്ക് കർത്താവിന്റെ ഉരാവുന്നത് കാണുവാൻ സാധ്യമല്ല. വിശ്വാസ കണ്ണ് പ്രകാശിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമേ ഉരാവുന്ന കാര്യം കാണുവാനുള്ളൂ. എന്നാൽ അവൻ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ അക്ഷരികമായി അവന് എങ്ങനെ ഇരിക്കുന്നു, അക്ഷരികമായി അവരെ പോലെ നാം വായിക്കും. അവർ ഇരിക്കുന്നിടത്ത്. ചില ആളുകൾ പറയുന്നുണ്ട്, നിങ്ങള് ഇരിക്കാനും നോക്കത്തില്ല, അതിന്റെ സ്ഥലത്തെ ഇരിക്കത്തുള്ളൂ, ഇന്ന ഉപദേശം പാലിച്ചെങ്കിലും ഒക്കുള്ളൂ, അതൊന്നും ജയിപ്പ് പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നോട് ആദ്യ വാർത്ത പലരും പറഞ്ഞുകൊണ്ട് ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉൾക്കുള്ളൂ. ഞാൻ പറയും, എനിക്ക് അവിടെ ഒന്നും പോട്ടെ, എല്ലാം കർത്തായിരിക്കുന്നത് ദരിദ്രമായി. ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് ഇരിക്കുന്നിടത്ത് മതി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിപ്പാൻ അനുവാദം തരാമെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നു. പിന്നെ ആരെല്ലാം എന്തെല്ലാം പറയട്ടെ, നിനക്ക് കിട്ടത്തില്ല, നീ അവിടെ വരത്തില്ല, അവിടെ വരെ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നീ ഞാൻ ഭയപ്പെട്ട കാര്യമില്ല. ആ കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തുമെന്ന്. പക്ഷേ ഒരു കർത്താവ് അവൻ പോയി, ഈ യേശു പോയതുപോലെ എന്തിന്? നമുക്കൊരു രൂപാന്തര ശരീരം തരുവാൻ, നമുക്കൊരു അമർത്യ ശരീരം നോക്കി തരുവാൻ, ദൈവത്തിന് ഈ മർത്യമായത് അമർത്യമായത് പ്രാപിപ്പാൻ തരുവാൻ വേണ്ടി അവൻ കടന്നു വരുന്നു. രണ്ടാമതായി തന്നോടുകൂടെ ഇരിക്കുവാൻ, ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. നാം കർത്താവിനോട് കൂടെയാണ് ഇരിക്കുന്നത്. സങ്കീർത്തനം വായിക്കുമ്പോൾ കുറെ കൂടെ വ്യത്യാസമാണ്. 45 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ രാജകുമാരി എവിടായിരിക്കുന്നത്? ആർക്കൊക്കെ പറയാം? വലത്തുഭാഗത്തല്ലയോ? ആ വലത്തുഭാഗത്ത്, രാജാവിന്റെ വലത്തുഭാഗത്തായിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലുള്ള ആളുകൾക്ക് വിവാഹ സമയത്ത് ഇവിടുത്തെ എനിക്ക് അറിഞ്ഞുകൂടാ, വടക്കേ ഇന്ത്യയിലൊക്കെ കല്യാണം നടത്തുമ്പോൾ വടക്കേ ഇടത്താ പെണ്ണിനെ നിർത്തുന്നത്. മലയാളി കല്യാണം നടത്തിയ പെണ്ണിനെ വലത്തെ ഇരുത്തത്തുള്ളൂ കല്യാണ സമയത്ത്. കാരണം എന്ന് വെച്ചാൽ അവൾക്കുള്ള ബഹുമാനം കൊടുത്ത് മണവാട്ടിയെ വലത്തായിരുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതായത് അവൾ രാജകുമാരി ഒഫീർത്തങ്കം അണിഞ്ഞ് രാജാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു എന്നാണ് 45 സങ്കീർത്തനത്തിൽ കാണുന്നത്. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. അവൻ ഇരിക്കുന്നിടത്ത് അവൻ നമ്മെ ഇരുത്തുവാൻ വേണ്ടി വരുന്നു. ഈ ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും ചിലപ്പോൾ ലോകക്കാരെ പോലെ ഉന്നതമായ പദവികൾ ഒന്നും നമുക്കില്ലായെങ്കിൽ നീ ഞാൻ ക്ഷണിക്കേണ്ട കാര്യമില്ല. എന്റെ കർത്താവ് എവിടെ ഇരിക്കുന്നു അവിടെ നിന്നെ ഇരുത്താമെന്ന് അവൻ വാക്ക് നൽകി തന്നിരിക്കുകയാണ്. ദൈവത്തിന് വിദേശത്തായിരിക്കുന്ന ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് എടുത്തെഴുതുന്നു, ഞാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവൾ എപ്രകാരം സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് തുള്ളുമോ അതുപോലെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കർത്താവ് വരുമെന്ന് പറയുമ്പോൾ തുള്ളിക്കാടും. എന്ന് വെച്ചാൽ ഇത്രയും നാള് ഞാൻ ഈ ഭൂമിയിലെ തനിയെ ഭാരം ചുമന്ന് കഷ്ടം സഹിച്ച് ത്യാഗം സഹിച്ച് വേദനപ്പെട്ട് മുമ്പോട്ട് കടന്നുപോയി. എന്നാൽ ഇനി ഞാൻ തനിയാലും എന്റെ കർത്താവ് അക്ഷരീകമായി അവരിയ്ക്കുന്നിടത്ത് ഞാനിരിക്കും. ദൈവത്തിന്റെ പൈതലെ അവൻ ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്താൻ വരുന്നു. മൂന്നാമതായിട്ട് വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം 12-ാം വാക്യം. Revelation chapter 22 verse 12. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. ഈ യേശു പോയതുപോലെ തിരികെ വരുന്നു എന്ന് ചോദിച്ചാൽ ഓരോരുത്തര് അവന്റെ പ്രവൃത്തിക്കനുസരണമായ പ്രതിഫലം തരുവാൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കർത്താവിന് വേണ്ടി നാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന് ഒന്നുമില്ല, നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്ക് പോയി വലിയ മിഷണറി ആവാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. ചിലപ്പോൾ നിന്റെ കർത്താവിന്റെ വേദിക്ക് വേണ്ടി കൂടുതൽ കൊടുക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം.
എന്നാൽ നിന്റെ ഹൃദയം ഇത് കർത്താവുണ്ട്, അവരവന് പ്രവർത്തിക്ക് തക്കവണ്ണം നീ ആത്മാക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിച്ചിട്ടുണ്ടെങ്കിൽ അതിനും പ്രതിഫലമുണ്ട്. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം, ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. DL മോയതായി ഇവിടെ ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. DL മൂഡിയുടെ ചരിത്രം, DL മൂഡിയെ കുറിച്ച് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഇങ്ങനൊരു ഭാഗമുണ്ട്. താൻ വലിയ ലോകത്ത് അന്നത്തെ കാലത്ത് ലോകത്തെ മുഴുവൻ സുവിശേഷിക്കപ്പെട്ടതായി ആത്മാക്കളെ രക്ഷയിലേക്ക് വേണ്ടി നടത്തിയ മനുഷ്യനായിരുന്നു DL മൂടി ഒരിക്കല് സ്വപ്നം കണ്ടു. സ്വർഗത്തിൽ പോയി. സ്വർഗത്തിൽ ചെന്നപ്പോൾ വലിയൊരു ബംഗ്ലാവ് കണ്ടു. അപ്പോൾ മൂടിയെ കാണിച്ച ദൂതനോട് ഇത് ആരുടേതാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ ദൂതൻ പറഞ്ഞു, ഇത് നിന്റെ സഭയിലെ ഒരു പാവം പിടിച്ചൊരു വിധവ സ്ത്രീ ഉണ്ടല്ലോ, വെറും പാവപ്പെട്ടത് അവിടേതാന്ന് പറഞ്ഞു. മൂടിക്ക് വളരെ സന്തോഷമായി. ഇടാ, ആ പാവം പിടിച്ച വിധവ സ്ത്രീക്ക് ഇവിടെ ബംഗ്ലാവ് ഇത്രയാവുന്നെങ്കിൽ ആത്മാക്കൾ 100 കണക്കിന് ആത്മാക്കളെ രക്ഷയിലേക്ക് വഴി നടത്തിയതായി എന്റെ ബംഗ്ലാവ് എത്ര വലുതായിരിക്കുമെന്ന് അങ്ങനെ ഓരോന്ന് കാണിച്ചു ഉള്ളേക്കും പൊളിച്ചു. ചെറിയ ചോപ്പൊടി ചെറിയൊരു വീട് കാണിച്ചു. അവള് മൂടി ചോദിച്ചു, ഇതാരുടെ ആരുടെയാന്ന് ചോദിച്ചു. അപ്പോൾ ആ ദൂതം പറഞ്ഞു, ദിസ് ഫോർ യു, ഇത് നിന്റേതാകുന്നത് പറഞ്ഞു. മൂടിക്ക് വലിയ നിരാശയായി തോന്നുന്നു. ആത്മാക്കളെ ആദായപ്പെടുത്തിയതായ എനിക്ക് ഈ ചെറിയ വീടും ആത്മാവ് ഒരു പേരെയും ചെയ്യാതെ വീട്ടിനകത്ത് 10 പൈസ സ്വത്രാഴ്ച ഇടാത്തതായ ആ വല്യമ്മയ്ക്ക് വലിയ ബംഗ്ലാവെന്നു. അപ്പോ ദൂതം പറഞ്ഞു, മൂടി, നിന്റെ ശുശ്രൂഷയുടെ വിജയം മുഴുവൻ ആ സ്ത്രീയുടെ കണ്ണുനീരാണ്. ഈ സഹോദരി സഹോദരന്മാരും ചിലപ്പോ നിങ്ങൾക്ക് ലോകം മുഴുവനും പോയി സുവിശേഷം കാര്യങ്ങൾ വന്നേക്കാം. ചിലപ്പോ നിങ്ങളുടെ സാമ്പത്തിക നില കർത്താവിന് വലിയ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നേക്കാം. മനുഷ്യൻ ചിലപ്പോൾ ഞാൻ എന്റെ കണ്ണിക്കൂടെ നോക്കുമ്പോൾ സഹോദരൻ എന്താണെന്ന് തോന്നുന്നു. എന്നാൽ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന പ്രവർത്തിക്കു തക്കതായ പ്രതിഫലമാണ്. ദൈവത്തിനോട് സ്തോത്രം. ദൈവമക്കളെ പ്രതിഫലിപ്പോഴും നമുക്ക് കിട്ടുവാനൊന്നുമില്ലെങ്കിലും അല്ലെങ്കിൽ ഇന്ന് ഏതെങ്കിലും കൺവെൻഷൻ നടക്കുന്നു, ഏതോ കാര്യം വരുമ്പോൾ ആര് 5000 രൂപ കൊടുക്കുക, ആർക്കൊള്ളത് കൈപൊക്കിക്കാട്ടെന്ന് പറയുമ്പോൾ 5000 രൂപ കൊടുക്കുന്ന 4 പേരുണ്ടെങ്കിൽ ഇരിക്കുന്ന ജനതയെല്ലാം പറയുന്നു, പാവപ്പെടുത്ത നിനക്ക് 5 പൈസ പോലും കൊടുക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് നീ അതിങ്ങനെ പബ്ലിരിക്കാൻ നീ ക്ഷീണിക്കേണ്ട കാര്യമില്ല. പിന്നെയോ നിനക്ക് നിന്റെ ഹൃദയത്തെ അറിയുന്ന കർത്താവുണ്ട്. ആ ഒരു ദിവസം നീ ചെയ്തതിന് നോക്കണം. അല്ല നിന്റെ ഹൃദയത്തെ ആ ഗ്രഹത്തെ മാനിപ്പിച്ച് ദൈവത്തിനോടുകൂടെ അത് പ്രതിഫലിത്തിരുന്നവരാണ്. 3 കാര്യം ഞങ്ങൾ ഉറപ്പെടുത്തി ഇനിയുമുണ്ട്. ഒന്നാമതായി നമുക്ക് രൂപാന്തര ശരീരം തിരുവാൻ വേണ്ടി അവൻ വരുന്നു. ദൈവത്തിന് സ്തോത്രം. മൗത്തിരിക്കപ്പെട്ട ശരീരം, ആ ശരീരത്തിന് വയസ്സ് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഇത് പ്രസംഗിക്കുമ്പോൾ തന്നെ എനിക്ക് ഇന്ത്യയിൽ തുറന്നു ഞാൻ ഇന്ത്യയിലെത്തി കഴിഞ്ഞു. ആ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി ആഫ്രിക്കയിൽ പോകണമെന്ന് അവിടെ എത്തിച്ചേർന്നു. അതിനൊരു രൂപാന്തരീകരിക്കപ്പെട്ടതായ അവസ്ഥ. അതേ സമയത്ത് ഈ ശരീരത്തിന് ഭക്ഷിപ്പാൻ കഴിയും, പാനം ചെയ്യുവാൻ കഴിയും ഒക്കെ തിരുവനന്തപുരം ഡൗട്ട് ആർക്കും കൂടി ഇത് കഴിഞ്ഞ ശേഷം ഞാൻ 3-4 ദിവസം കൂടി ഇവിടെ ഉണ്ട്. ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും ചോദിച്ചാൽ ഞാൻ തെളിവൊക്കെ തരാം. ദൈവത്തിന് നന്ദിയോട് കൊടുത്തത്. രണ്ടാമതായി കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മൾ ഇരുത്തും. ദൈവത്തിന്റെ സ്തോത്രം. അവരെവിടാണോ ഇരിക്കുന്നത്? ഇന്ന് നമുക്ക് കിട്ടിക്കുന്നത് എവിടെ അറിയാം? അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ കിട്ടിയ സ്ഥലമൊക്കെ നമുക്കറിയാമല്ലോ. കർത്താവ് തന്നെ ഒരിക്കൽ പറഞ്ഞു, പച്ചമരത്തോട് ഇത്രയും ചെയ്ത് ഉണങ്ങിയതിനോട് എത്രയധികം രോഗം നമുക്ക് വലിയ കസേര തരത്തില്ല, നമ്മെ പുകഴ്ത്തത്തില്ല. നമുക്കതായത് നമ്മെ പുകഴ്ത്താതായി നമുക്ക് നമ്മെ പ്രശംസിക്കത്തില്ല. നമ്മുടെ കർത്താവ് കിട്ടിയതിനേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പച്ചമരത്തോട് ഇത്രയും ചെയ്തെങ്കിൽ ഉണങ്ങിയവരോട് അത്രയധികം കൊണ്ട് ഈ ലോകത്തെ പ്രശംസ കാറ്റിപ്പിടിപ്പാൻ ആരും ആഗ്രഹിക്കണം. ഇന്ന് പറയട്ടെ, ഞാൻ അനുഭവത്തിൽ പറയാം. ഇന്ന് നല്ല എന്ന് പറയും, അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ചെറിയ കാര്യം ചെയ്താൽ പറയും നമ്മെ കണ്ട ലക്ഷണം പോലും കാണിക്കത്തില്ല. ലോകം അതാണ്, ലോകത്തിന്റെ അവസ്ഥ ഏതാണ്? എന്നാൽ ഈ യേശു
പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് രൂപാന്തര ശരീരത്തിലേക്ക് മാത്രമല്ല അവൻ ഇരിക്കുന്ന പോലെ നാം ഇരിക്കും. അത് മാത്രമല്ല അവൻ ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്തും. ദൈവത്തിന് സ്വന്തം. അതുമാത്രമല്ല പ്രതിഫലം കൊണ്ട് അങ്ങ് നിറയുകയാണ്. വേറെ പഠിക്കുമ്പോൾ 5 കിരീടങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്, പ്രതിഫലങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. നമുക്കൊക്കെ കിട്ടുന്ന ദൈവത്തിന് പകരമാണ്. ഒരിക്കൽ പത്രോസ് കർത്താവിനോട്, കർത്താവ് ഞങ്ങൾ സകല മുട്ടന്തിരി അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടി, ഇപ്പോഴൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഇസ്രായേൽ ഗോത്രം 12 ന്യായാധിപന്മാരുള്ള അധികാരം കിട്ടും. ദൈവത്തിന് ക്ഷീണിച്ചു പോലെ ഈ മക്കളെ ഞാൻ എന്റെ വായകളായി ഇനി വേറൊന്നുകൂടുണ്ട്. കർത്താവ് വരുന്നത് ന്യായം വിധിപ്പാൻ കൂടിയാണ് വരുന്നത്. റോമാലേഖനം 14-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതായത് അവൻ നമ്മെ ന്യായം വിധിപ്പാൻ കടന്നു വരുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ കാണുന്നുള്ള ദൈവത്തിന് അവനവന്റെ പ്രവർത്തിക്കുന്നതായി ന്യായവിധി ഉണ്ടാവും. ഇന്ന് നമ്മുടെ വാക്കുകൾക്ക് സമയം ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ വാക്കുകൾക്ക് ദൈവം ന്യായവിധിയുണ്ട്, നമ്മുടെ ചിന്തകൾക്ക് ന്യായവിധിയുണ്ട്, നമ്മുടെ വിചാരങ്ങൾക്ക് ന്യായവിധിയുണ്ട് ദൈവത്തിന്. അതുകൊണ്ടാണ് ദൈവമക്കൾ കൃപയോടുകൂടിയതും ഉപ്പിനാരുമായ വാക്കുകൾ പറയണമെന്ന് പറയുന്നത്. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചേർച്ചയല്ലാത്ത ഒന്നും നരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ സ്വർഗത്തിലെ ഇന്നത്തെ ഞങ്ങളുടെയൊക്കെ കാലത്ത് മനസ്സിലാക്കാൻ വലിയ വിഷമാണ്. എന്ന് വെച്ചാൽ അറിയില്ല, ഇന്നത്തെ കാലത്ത് ഒരു വിഷവുമില്ല. ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഇവിടെ നിന്ന് വഴി നോക്കി എവിടെ പോയാൽ അങ്ങ് അതായത് കേരളത്തിന്റെ കുഗ്രാമത്തിൽ ചെന്നാലും കമ്പ്യൂട്ടറെ കൂടെ അറിയാം. ഇപ്പോഴത്തെ ഒരു ശാസ്ത്രജ്ഞരുടെ ഒരു ബുക്കിൽ വായിച്ച പ്രകാരം ആദാം സംസാരിച്ചതായ വാക്ക് പിടിച്ചെടുക്കുവാൻ വേണ്ടി ഇപ്പോഴത്തെ വേദപണ്ഡിതന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അന്തരീക്ഷ ശബ്ദങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം തരംഗങ്ങളെ കിടക്കാണ്. അത് പിടിച്ചെടുക്കാനുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഈ ഭൂമിയിൽ ആരും കേട്ടിട്ടില്ല എന്ന് ചിന്തിച്ചേക്കാം. നിന്റെ സഹോദരന് വിരോധമായി നീ ചിലതൊക്കെ സംസാരിച്ചിട്ട് കാര്യം കേട്ടിട്ടുണ്ട്, എന്നാൽ അത് അന്തരീക്ഷത്തിലുള്ള ഒന്നുള്ള മറന്നുള്ളത് ആ ഒരു ദിവസം അതുകൊണ്ട് ഒരു കാര്യപ്പെടാം. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഒരു കാര്യപ്പെടാം. പുതിയ ദൈവമക്കൾക്ക് ന്യായബുദ്ധി നരകത്തിൽ വിടാതെ പിന്നെയോ അവരുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാക്കണം. അവർക്ക് നീരിടും. അല്ലാതെ പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ അല്ലാത്തവർക്ക് തീയെ കൂടെ കടന്നു പോകും. മരം, പുല്ല്, വൈക്കോല് പോലെ ആയിരിക്കും, ഒന്നും കാണുന്നില്ല. താരോ രക്ഷിക്കപ്പെടും. അങ്ങനല്ല ദൈവമക്കളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. കർത്താവ് നമുക്ക് 50, 70, 80 സംവത്സരം ജീവിപ്പാൻ സമയം ലഭിക്കുമ്പോൾ വചനപ്രകാരം ജീവിച്ചാൽ ഇവിടെ ഒന്നും ലഭിച്ചില്ല എങ്കിലും ദൈവത്തിന് ക്ഷീണിക്കരുത്. കർത്താവിற்கு വേണ്ടി പ്രതിഫലത്തിന് ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. പാസ്റ്റർമാരെ മാത്രമല്ല ദൈവമക്കളെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നവരാണ്. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ മാത്രമല്ല നിന്റെ തലമുറയുടെ കാര്യം വരെ ദൈവം അന്വേഷിക്കും. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ജോലിയോടുള്ള ബന്ധത്തിൽ ചിലപ്പോൾ ഏരിയാവിന് ഇതായത് നദീതീരത്തിരിക്കുകയാണ്, തോട്ടിലെ വെള്ളം വറ്റി കാക്കയും വന്നുമില്ല, തീർന്നു ധരിച്ച്. ദൈവത്തിന്റെ മുൻനിർണയത്തിൽ ഏരിയാവെ നീ ഉണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നിന്റെ ജോലി നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷമം നേരിട്ടാൽ നീ നിരാശപ്പെടരുത്. ദൈവം നിനക്ക് ഏറ്റവും നല്ലത് ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിനോട് കൂടെ ഞാൻ പറയട്ടെ, ഏരിയാവിനോട് പറഞ്ഞു നീ സറഫാത്തിലേക്ക് പോവുക എന്നുള്ള. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? സറഫാത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തീച്ചുള എന്നാണ്. തീച്ചുള ചെല്ലാൻ പറഞ്ഞു വിനവടി അടിക്കരി. അവിടുത്തെ പണമുള്ള ആളിന് വീട്ടിലേക്ക് വിട്ടെങ്കിൽ സാരമില്ലായിരുന്നു എന്നെങ്കിൽ പ്രതീക്ഷ. ഇത് സറഫാത്തിലേക്കോ അത് വിനവടി അടിക്കരി, അവിടെയും പോറ്റുവെക്കാൻ കൂടെ ദൈവം. അതുകൊണ്ട് ഈ ലോകത്തിൽ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ നേരിട്ട് അതിന് നിരാശപ്പെട്ടു പോകരുത്. എന്ന് വെച്ചാൽ ഈ നമ്മുടെ സ്ഥിതിക്ക് മാറ്റപ്പെടുത്തുന്നത് ഈ യേശുവാണ് എന്റെ വിഷയം. ഈ യേശു
ആര് 33 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചവരാണ് യേശു. അതുമാത്രമല്ല, ഇന്ന് ഈ വർത്തമാന കാലത്ത് ടുഡേ ഈ വർത്തമാനകാലത്ത് നമ്മോടുകൂടെ ഇരിക്കുന്ന യേശു നമുക്ക് ഓരോരുത്തർക്ക് സാക്ഷ്യം പറയാൻ കഴിയുന്നതാണ്. 30 കൊല്ലമോ 10 കൊല്ലമോ 50 കൊല്ലമോ വിശ്വാസ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകാതിരിക്കാൻ നമ്മൾ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. നിന്നെ വഴി നടത്തിയതായ ഈ യേശു ദൈവത്തിന് പോയതുപോലെ തിരിയൊരു എന്തിന് എനിക്ക് എന്റെ കർത്താവിനെ പോലെയായി തീരത്തക്കണം തിരസ്കരിക്കപ്പെട്ട ശരീരം പ്രാപിപ്പാൻ വേണ്ടി. അതുമാത്രമല്ല, എന്റെ കർത്താവ് ഇരിക്കുന്നത് ഞാൻ ഇരിക്കുവാൻ വേണ്ടി. അതുമാത്രമല്ല, എന്റെ കർത്താവ് വേണ്ടി ഞാനിവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഭൗമിക നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കർത്താവിനെ സാക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രതിഫലം തരുവാൻ എന്റെ കർത്താവ് വരുന്ന ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത്, നീ നല്ല സേവ ചെയ്യാം. ദൈവത്തിനൊന്നുകൂടെ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ അടുത്ത ദിവസം കർത്താവ് അയച്ചു തന്നാൽ അടുത്ത ദിവസം ഇവിടുന്ന് കടന്നുപോയി. ഇനിയും ശാരീരിക നിയമപ്രകാരം ഇനിയും നിങ്ങളെ ഇവിടെ വന്ന് കാണാൻ ഒന്ന് കാര്യം 50 വയസ്സുള്ള മനുഷ്യനാണ്, ഏതായാലും സാധ്യമായ കാര്യം. എന്നാൽ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ പറയും, നിങ്ങളെല്ലാവരും കാണണം, എനിക്ക് നിങ്ങൾക്ക് എന്നെയും കാണാം. എന്നാൽ ഒരു ദിവസം ഭരിക്കൊരു ദിവസമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും തമ്മിൽ കാണും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അന്നാരും പറഞ്ഞു കൊടുക്കണ്ടേ, ഇനി അറിയുമോ എന്ന് ചോദിക്കുമ്പോ 30 കൊല്ലത്തിന് മുന്നവേ ഇന്നോടത്ത് കണ്ടൊന്നും പറയേണ്ട കാര്യമില്ല. ദൈവത്തിന് ഒന്നുകൊടുത്ത് രൂപാന്തര ശരീരത്തിലുള്ള വലിയൊരു വൈശിഷ്ട്യമാണ്. നമുക്ക് പ്രത്യേകം അറിയാം. ദൈവത്തിൽ ഒന്നുകൊടുത്ത് ഒരു ഉദാഹരണം തിരുവനന്തപുരത്ത് പറയട്ടെ, മർറൂപ മലയില് യേശുവും മോശയും ഏലിയാവും കൂടെ സംസാരിച്ചു. പത്രോസ് പറഞ്ഞു, 3 കുടിലുണ്ടാകട്ടെ, ഒന്ന് നിനക്ക്, ഒന്ന് ഏലിയാവിന്. പത്രോസ് ഏലിയാവിനെ കണ്ടിട്ട് പോലുമില്ല. ചരിത്രം പഠിച്ചാൽ ഇയാളൊക്കെ വെച്ച് നോക്കിയാൽ ഒന്നുമില്ല. അദ്ദേഹം വീണ്ടെടുക്കൽ ഈ രൂപാന്തര ചരിത്ര വൈശിഷ്ട്യം ഇതൊക്കെയാണ്. ദൈവത്തിന് ഇന്ന് ലോകത്തില് സകല ജ്ഞാനം കൊണ്ട് അറിയപ്പെട്ട ആരും തന്നെയില്ല. എന്നാൽ ഈ രൂപാന്തര ശരീരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ ജ്ഞാനം ഒന്നുകൊണ്ടാകാൻ പോകുന്നു. ദൈവത്തിന് ഈ യേശു പോയതുപോലെ തിരികെ വരും. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നിങ്ങൾ എവിടെയാക്കുന്നു അവിടെ വിശ്വസ്തയോട് നിൽക്കുക, കർത്താവിനോട് സാക്ഷ്യം വഹിക്കുക, ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുക, ദൈവത്തിന് കണ്ണുനീരൊഴിക്കുക. കർത്താവ് തന്റെ സ്ഥാനത്തിലെത്തോണം നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവ് നിങ്ങൾ ഞാൻ പോയതുപോലെ തിരികെ വരുമെന്ന്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിന് നോക്കുന്നു എന്തിന്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോപണം ചെയ്താൽ ഈ യേശു നിനക്ക് വേണ്ടി ഈ നിനക്ക് വേണ്ടി എല്ലാ സഹിച്ചവരായി യേശു. മാത്രമല്ല, തന്നോ അനേക പുത്രന്മാര് തേജസ്സിലേക്ക് വഴി നടത്തേണ്ടതിന് തന്റെ പുത്രന്റെ കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവരാക്കി തീർത്തു. ഈ യേശു പോയതുപോലെ തീരെ വരും. എന്തിന്? ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുവാൻ. അതുമാത്രമല്ല, താൻ ഇരിക്കുന്നിടത്ത് ഞാനും നീ ഇരിക്കേണ്ടതിന്. അതുമാത്രമല്ല, ഞാനും നീ ഈ ഭൂമി എന്തെങ്കിലും കർത്താവിനോട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിന് തക്കതായ പ്രതിഫലം തരുവാൻ അവരുടെ നന്മ പ്രതീക്ഷിക്കാം. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആളുകൾ നമ്മുടെ ആദികൾ